എല്ലാവർക്കും ഡെയിലി ന്യൂസിൻ്റെ മറ്റൊരു ചുരുക്ക വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജനുവരി 10 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊവ്വാഴ്ച അതിരാവിലെ 5:30 വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കേരള പോലീസ്. തുടർന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡിസംബർ 20 യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ അക്രമത്തെ തുടർന്നാണ് കണ്ടോൺമെന്റ് പോലീസ് രാഹുലിൻ്റെ പേരിൽ കേസെടുത്തത്. ഈ കേസിലെ 4ാം പ്രതിയാണ് രാഹുൽ. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കേസിലെ 1ാം പ്രതി. കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന മാതൃകയിൽ അതിരാവിലെ ഉണ്ടായ ഈ അറസ്റ്റിൽ സംസ്ഥാനത്താകെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. ചികിത്സയിലായിരുന്നു എന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും രാഹുൽ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും വൈദ്യപരിശോധന നടത്തി ആരോഗ്യവാനാണ് എന്ന ഡോക്ടർമാരുടെ വിലയിരുത്തലിന് ശേഷമാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 22 വരെ രാഹുലിനെ റിമാൻഡ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുള്ള അപ്രതീക്ഷിതമായ അതിരാവിലെയുള്ള അറസ്റ്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിൽ നടത്തുന്ന സന്ദർശനങ്ങളിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗവർണർ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന രീതി സർക്കാർ അത്ര ശുഭകരമായി അല്ല കാണുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇടുക്കി സന്ദർശനം അപ്രസക്തമാക്കുവാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കമാണ് അതിരാവിലെയുള്ള രാഹുലിൻ്റെ അറസ്റ്റ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കാഴ്ചപ്പാട്. സപ്ലൈകോയിൽ ഇനി മുതൽ സബ്സിഡിയില്ല. നിലവിൽ 13 ഉൽപ്പന്നങ്ങൾക്ക് സപ്ലൈകോ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി നിർത്തലാക്കുവാൻ തീരുമാനിച്ചു. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം സബ്സിഡിക്ക് പകരമായി വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി 3 മാസം കൂടുമ്പോൾ വില പരിഷ്കരിക്കുവാൻ ആസൂത്രണ ബോർഡംഗം ഡോക്ടർ K. രവിവർമ്മൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. വിപണി വിലയുടെ ശരാശരി 30% വരെ മാത്രം വിലക്കിഴിവ് നൽകിയാൽ മതി എന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഈ 13 അവശ്യ വസ്തുക്കൾക്കും വിപണിയിൽ വില കൂടുമ്പോഴും സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് 7 വർഷമായി ഒരേ വിലയാണ്. വിപണിയുമായി താരതമ്യപ്പെടുത്തിയാൽ 50%-ലേറെയാണ് ഇപ്പോഴുള്ള സബ്സിഡിയെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പ്രതിസന്ധി തരണം ചെയ്യാനാവില്ല എന്നും വിദഗ്ധ സമിതി വിലയിരുത്തിയതായാണ് അറിവ്. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള നീറ്റ് PG പരീക്ഷ ജൂലൈ 7 മാറ്റി. മാർച്ച് 3 നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതേസമയം ഈ തീയതിയും താൽക്കാലികമാണ് എന്നും മാറ്റമുണ്ടായേക്കാമെന്നും ദേശീയ മെഡിക്കൽ പരീക്ഷാ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായതായി വിവരം. പുതിയ തലവനെ തെരഞ്ഞെടുത്ത വിവരം വത്തിക്കാനെ അറിയിക്കുകയും മാർപ്പാപ്പയുടെ അനുമതിക്കായി അയക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ അനുമതിയോടെ വത്തിക്കാൻ നിർദ്ദേശിക്കുന്ന സമയത്ത് വത്തിക്കാനിലും സഭ ആസ്ഥാനത്തും ഒരേ സമയത്ത് പേര് പ്രഖ്യാപിക്കും. വത്തിക്കാൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് സഭാ നേതൃത്വം. അനുമതി കിട്ടിയാൽ പ്രഖ്യാപനം ബുധനാഴ്ച തന്നെ ഉണ്ടായേക്കുമെന്ന് അറിയുന്നു. ബോയിങ് 737 മാക്സ് സീരീസ് വിമാനങ്ങളിൽ സാങ്കേതിക പിഴവുകളുള്ളതായി കണ്ടെത്തൽ. ബോയിങ് വിമാനങ്ങളുടെ നിർമ്മാതാക്കൾ തങ്ങളുടെ മാക്സ് സീരീസിൽ ആഗോള വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി ഒരു ഇന്ത്യൻ വിമാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അതിൻ്റെ കൺട്രോൾ പാനലിൽ ഉണ്ടാവേണ്ട ഒരു വാഷർ അപ്രത്യക്ഷമായതായി കണ്ടെത്തിയത്. സമാനമായ രീതിയിലുള്ള ന്യൂനതകൾ അമേരിക്കൻ വിമാന കമ്പനികളായ യുണൈറ്റഡ് എയർലൈൻസിലും അലസ്ക എയർലൈൻസിലും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഈ വിമാനങ്ങളിലെ ബോൾട്ടുകൾ ലൂസായതായാണ് കണ്ടെത്തിയിരുന്നത്. ബോയിങ് നിർദ്ദേശിക്കുന്ന പരിഹാര നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മാക്സ് സീരീസ് വിമാനങ്ങൾ ഇനി പ്രവർത്തനം പുനരാരംഭിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഓടിക്കൊണ്ടിരുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ നിന്ന് പുകയുയർന്നത് ഇന്നലെ പരിഭ്രാന്തി പരത്തി. കുറ്റിപ്പുറത്തു നിന്ന് പുറപ്പെട്ട ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ
1.5 കിലോമീറ്റർ അകലെ മുത്തൂർ വിഷുപ്പാടത്ത് എത്തിയപ്പോഴാണ് പുറകിലെ ലഗേജ് കം ബ്രേക്ക് ബോഗിക്ക് അടിയിൽ നിന്ന് പുക ഉയർന്നു തുടങ്ങിയത്. തുടർന്ന് ട്രെയിൻ നിർത്തി പരിശോധിച്ചപ്പോൾ ബോഗിക്കടിയിൽ ചക്രങ്ങൾക്ക് സമീപത്ത് നിന്നാണ് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തീ അണച്ച് വേറെ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത്. അതിവിവാദമായ കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ റോയ് തോമസ് വധക്കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറിയതായി റിപ്പോർട്ടുകൾ. 60-ാം സാക്ഷിയും 3-ാം പ്രതി പ്രജികുമാറിൻ്റെ ഭാര്യയുമാണ് ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയത്. ഇതോടെ ഈ കേസിൽ കൂറുമാറിയവരുടെ എണ്ണം 6ആയി. മലയാളിയായ ഭർത്താവുമായുള്ള ദാമ്പത്യ കലഹത്തെ തുടർന്ന് 4 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തി ട്രാവൽ ബാഗിലാക്കി ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്ത കൺസൾട്ടിംഗ് കമ്പനി CEO സൂചന സേത്ത് അറസ്റ്റിൽ. വിവാഹമോചന കേസ് നടപടികളുടെ ഭാഗമായി ഞായറാഴ്ചകളിൽ കുട്ടിയെ അച്ഛനോടൊപ്പം അയക്കുവാനുള്ള കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാനാണ് താനിത് ചെയ്തത് എന്നാണ് കൽക്കത്ത സ്വദേശിനിയായ സൂചന സേത്തിൻ്റെ മൊഴി. സപ്ലൈകോ സംസ്ഥാനത്ത് നിന്ന് സംഭരിച്ച 1-ാം വിള നെല്ലിൻ്റെ വില വിതരണം അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ. കേന്ദ്രവിഹിതം ലഭിച്ചതോടെ സർക്കാർ 320 കോടി രൂപ സപ്ലൈകോയ്ക്ക് തിരിച്ചു നൽകുകയും ഈ തുക കുടിശ്ശികയിലേക്ക് വകയിരുത്തുന്നതോടെ നെല്ലിൻ്റെ വില നൽകുവാൻ ബാങ്ക് കൺസോർഷ്യം പുതിയ വായ്പ അനുവദിക്കുകയും ചെയ്യും. ഈ മാസം 16 മുതൽ കർഷകർക്ക് തുക ലഭ്യമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭോപ്പാലിൽ ബാലികാ ഹോസ്റ്റൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മലയാളി വൈദികൻ അനിൽ മാത്യുവിന് ജാമ്യം നിഷേധിക്കുന്നതിനായി പിന്നീട് മതപരിവർത്തനവും കേസിൽ ഉൾപ്പെടുത്തിയതായി ആരോപണം. ഹോസ്റ്റലിൽ മതപരിവർത്തന ശ്രമമുണ്ടായി എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുവാൻ മധ്യപ്രദേശ് ശിശുക്ഷേമ സമിതി നീക്കം നടത്തിയതായി CMI സഭയുടെ ഭോപ്പാൽ സെൻറ്റ് പോൾ പ്രൊവിൻസ് ആരോപിച്ചു. ബിൽക്കീസ് ബാനു കേസിലെ പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാർ ജയിൽ മോചനം നൽകിയ വിധി റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രതികൾ മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ചാലും ജയിൽ ശിക്ഷ കുറയ്ക്കുന്നതിന് ഫലമുണ്ടാകില്ല എന്ന് റിപ്പോർട്ടുകൾ. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നയമനുസരിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൂരമായ അതിക്രമങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവരെ 28 വർഷത്തെ തടവിന് ശേഷം മാത്രമേ മോചനത്തിനായി പരിഗണിക്കൂ. ബിൽക്കീസ് കേസിലെ പ്രതികൾ വെറും 15 വർഷത്തോളം മാത്രമാണ് തടവനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് അനുകൂല നടപടികൾക്കായി അവർ 2036 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വന്നേക്കും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ കക്ഷികളുടെ സംഘടനയായ ഇന്ത്യ മുന്നണിയിൽ മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായതായി സൂചന. ആകെയുള്ള 48 സീറ്റിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും 20 സീറ്റിൽ വീതം മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിലും ഡൽഹിയിലും നടത്തുന്ന ചർച്ചകൾ ക്രിയാത്മകമായി പുരോഗമിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച ശുഭസൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ചുരുക്ക വാർത്തകൾ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.